ബാലിന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ ബെഡ്റോക്ക് ലോകത്തിന്റെ എപ്പിസോഡ് കഴിഞ്ഞ് ബാലിന്റെ ലോകത്തോട്ട് വന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ബാംബൂന്റെ ബിൽഡ് ഉണ്ടാക്കിയായിരുന്നു. പറഞ്ഞാൽ ഇത് ഞാൻ ലാസ്റ്റ് എന്തിനും എടുത്താണ്, ലാൻഡിൽ ഉണ്ടാക്കാനാണ് തോന്നുന്നു. ഇതെടുത്ത് ഞാൻ തിരിച്ചു നോക്കട്ടെ. അപ്പോൾ ഇതും കൂടി എടുത്ത് നോക്കട്ടെ. അതായത് ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതാണ് ഇവിടെ ഉണ്ടാക്കിയ ഇത്രയും ബിൽഡുകളിൽ ഉള്ളിൽ ലക്ഷം കൂടി ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തൊരു ബിൽഡ്. കഴിഞ്ഞ എപ്പിസോഡിൽ എന്ത് ബിൽഡ് ഉണ്ടാക്കുന്ന പറഞ്ഞില്ലായിരുന്നു തോന്നുന്നു, അല്ലെ? പറഞ്ഞില്ലാന്ന് എന്റെ ഓർമ്മ. ഇത്തവണ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇച്ചിരി ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫാക്ടറി ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ആദ്യം ചവറൊക്കെ ഒന്ന് എനിക്ക് റെഡിയാക്കണം. ഇൻവെന്ററി ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. റോക്കറ്റ് ഒന്ന് വീണ്ടും റീഫിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കടന്നുറങ്ങിയിട്ടും കൂടി വരാം. എന്തായാലും ഇത് ഉണ്ടാക്കാനുള്ള സ്ഥലം നോക്കി കണ്ടുപിടിക്കണം. ഇത് ലേശം വലുതാണ് ഇതുവരെ ഉണ്ടാക്കിയതിനെക്കാട്ടിലും. ഇനി ഈ ഒരു ഭാഗത്തോട്ടായിരിക്കും നല്ലതെന്ന്, കാരണം ഇവിടെ ഓൾറെഡി ലേശം ക്ലിയർഡ് ആണ്. എന്തായാലും ഈ ഒരു ലെയർ റൂട്ട് മൊത്തം കളയാൻ പോവാണ്. ബാക്കി ഇവിടേക്ക് ലേശം സ്റ്റോൺ, ഇതിൽ നിന്ന് കിട്ടുന്ന സ്റ്റോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇവിടെ മറ്റേ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴേന്ന് ഞാൻ പറഞ്ഞ സ്ഥലത്ത് പൊട്ടിക്കല്ലേ ഇത്, ആ രാജ്യത്തെ ലെയർ പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് സ്റ്റോണൊക്കെ എടുത്ത് ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ആക്കി. ക്ലെയിം വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങോട്ട് രണ്ട് ഇത് എന്നിട്ട് ഇങ്ങോട്ടൊരു ഇത്, അങ്ങനെയാണ് വരുന്നത്. ഇതൊരു എൽ ഷേപ്പിലായിരിക്കും വരിക. പിന്നെ ഇതായിരിക്കും ഇവിടെ ഇതുവരെ ഉണ്ടാക്കിയത് വെച്ച് ഏറ്റവും വലിയ ബിൽഡിങ്ങും. പിന്നെ ഇന്റീരിയർ നന്നായിട്ട് ഡിസൈൻ ചെയ്തു ഇത് തന്നെ ആവാൻ പോവാണ് ഇതിനെ വെട്ടിച്ച്. പക്ഷെ എനിക്ക് ജംഗിൾ ട്രീൻ്റെ ആവശ്യമുണ്ട്. അതായത് ഇതിനകത്ത് ജംഗിളും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ജംഗിൾ സ്ട്രിപ്പ് ചെയ്ത് ജംഗിൾ ഉലത്തിയത്, അങ്ങനെ കുറച്ച് ജംഗിൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജംഗിൾ മരം ലക്ഷം ഞാൻ പഠിക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും ഇവിടെ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കാം. ഈ സ്ഥലം മതി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിവിടെ നിന്ന് ഉണ്ടാക്കി തരാം. ഞാൻ എന്താ ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ എൻ്റെ ഇതൊന്നും എടുത്ത് ഇങ്ങോട്ട് വെക്കട്ടെ. ഇതിലോട്ട് ഈ ഒരു ഫോർച്യൂൺ 3 ഇന്റീരിയർ ഒന്നും ഞാൻ ഡിസൈൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് തന്നെ ഡിസൈൻ ചെയ്യും, അത് പേടിക്കണ്ട. അയ്യോ, അടുത്ത ആൾ ഇങ്ങോട്ടോ പുറത്തോട്ടോ ഇല്ലേ. ആദ്യം ഒന്ന് ലൈറ്റ് ആണല്ലോ എനിക്ക് എൻ്റെ ഇതിങ്ങോട്ടോ. ഞാൻ കുറച്ച് ലാൻഡേൺ ഉണ്ടാക്കട്ടെ. ഇരുമ്പ് വെട്ടിന്ന് അയൺ എടുത്തിട്ട് 17 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലാൻഡേൺ, ഇവിടെ ഒരെണ്ണം അകത്ത് എവിടേക്ക് വെക്കുക, മണ്ടയിലൊട്ടി കയറി. ഇതുകൊണ്ട് 2 നില ആക്കാമല്ലോ. പക്ഷെ 2 നില വേണ്ട, എനിക്ക് 2 നിലേൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓരോ റൂമായിട്ട് റെഡി. അയ്യോ, പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുന്ന ഇതിൻ്റെ അടിയൊന്ന് റെഡിയാക്കാനുണ്ട്. ഞാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്ഥലം ഇങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഇവിടെ നിന്ന് പൊട്ടിച്ചു പറ്റിയിട്ട് ഒരു ഡീപ് സ്റ്റേജ് ബ്രിക്സ് ആക്കാൻ പോവാണ്.
അതിൻ്റെ ഇവിടുത്തെ ഫ്ലോർ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ നടുക്ക് സ്റ്റോൺ ബ്രിക്സും സൈഡിൽ മൊത്തം ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് അപ്പം മാനേജറിനും പിന്നെ കസ്റ്റമറിനും സംസാരിക്കാനുള്ള സ്ഥലമായി. ബാക്കിയുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അതും കഴിഞ്ഞിട്ടുണ്ട്. ഈ ടോർച്ച് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ലാൻഡൺ വെക്കണം. ലാൻഡൺ എന്ത് ചെയ്യാം? ഇവിടെ ഉണ്ട്. ഒന്ന് ഇവിടെ വെക്കാം, ഒന്ന് ഇവിടെ വെക്കത്തില്ല, രണ്ടെണ്ണം ഇവിടെയും വെക്കാം. ഇത് മതി. ഈ രണ്ടാമത്തെ റൂമും ഡിസൈൻ ചെയ്തായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ വേൾഡ് ഒന്ന് കറക്റ്റ് ആയി പോയി. എന്താ പറ്റി അറിയില്ല. ഞാൻ എൻ്റെ വേൾഡ് കയറി നോക്കിയപ്പോൾ അതിനകത്ത് ഞാൻ ഉണ്ടാക്കിയ എല്ലാ ബിൽഡും പോയി. അവിടെ ഉണ്ടായിരുന്ന ബിൽഡും എല്ലാം പോയി. ഞാൻ ഓൾറെഡി പാകത്തിന് എനിക്ക് അറിയാൻ എന്തെങ്കിലും പണി കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഈ ബിൽഡ് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് റൂം ഡിസൈൻ ചെയ്ത് മറ്റേ റൂം ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. എന്തായിരുന്നു, കോപ്പി എടുത്ത് വെക്കാതെ എന്തെങ്കിലും പണി കിട്ടും. എനിക്ക് പണി കിട്ടും എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കോപ്പി എടുത്ത് വെച്ച്, കോപ്പി എടുത്തപ്പോൾ ഞാൻ ഇവിടെ ഒരു സെറ്റ് സംഭവം ഉണ്ടാക്കിയായിരുന്നു, അയൺ ചാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചായിരുന്നു തമ്പനയിലിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അത് ഉണ്ടാക്കിയത് പോയി. അതേപോലെ ഇപ്പുറത്തെ റൂമിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ കിട്ടിയില്ലായിരുന്നു. അത് നിങ്ങളോട് ചോദിക്കാൻ വിചാരിച്ചു. കമന്റിലിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ഞാനൊന്ന് പിറ്റേ ദിവസം, ഇതിപ്പോൾ അടുത്ത ദിവസമാണ്, ഇന്നലെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഇന്ന് കയറിയപ്പോൾ ഉണ്ട് എൻ്റെ വേൾഡ് മൊത്തം കറക്റ്റായിട്ട് ഇവിടെ ഉണ്ടാക്കിയ എല്ലാ ബിൽഡിങ്ങും പോയി. ഇവിടെ മാത്രമല്ല, ഇത് അവിടെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് എൻ്റെ ഉണ്ടായിരുന്നത്. അങ്ങനെ പണി കിട്ടിയതാണ്. പക്ഷെ ഭാഗ്യത്തിന് കുഴപ്പമില്ല, കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. പണി കിട്ടിയതും ഇനിയിപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ടും ഈ വീഡിയോ ഇടുകയും ചെയ്യണം. 2 ദിവസം കൊണ്ടൊക്കെ ഞാൻ ഒറ്റ വീഡിയോ റെക്കോർഡ് ചെയ്തത്. എന്താ അറിയില്ല, ഇതെനിക്ക് വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷേ ഒരു വീഡിയോന് 2 ദിവസം കൊണ്ടൊക്കെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിടുക. അതാണ് പ്രശ്നം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.